പാതയോരങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഒരുക്കിയ ISM ഈലാഫ് ഇഫ്താർ ടെന്റ് യാത്രക്കാരായ നോമ്പുകാർക്ക് ഏറെ ആശ്വാസകരമാകുന്നു. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ഓളം കേന്ദ്രങ്ങളിലായി 1000ഓളം നോമ്പുകാരായ യാത്രക്കാർക്കാണ് ഇത് ഗുണകരമാകുന്നത്. ISM യുവജന വിഭാഗത്തിന്റെ സാമൂഹ്യ സേവന വകുപ്പിന്റെ സന്നദ്ധ സേവന വിഭാഗമായ ടീം ഈലാഫ് നോമ്പുകാരായ യാത്രക്കാർക്ക് ഇഫ്താർ ടെന്റ് ഒരുക്കി മാതൃകയാവുകയാണ്. കീഴുപറമ്പ് മണ്ഡലം ISM ഈലാഫ് ടീം കുറ്റുളി ജംഗ്ഷനിൽ ഒരുക്കിയ ഈലാഫ് ടെന്റിലെ കാഴ്ചകൾ കാണാം. റംസാൻ 30 ദിവസവും സജീവരായ ടീം ഈലാഫിന്റെ യുവാക്കൾ നേരത്തെ എത്തി പാക്ക് ചെയ്ത് റോഡുകളിലേക്ക് ഇറങ്ങി യാത്രക്കാർക്ക് ഇഫ്താർ ബോക്സ് നീട്ടിപ്പിടിച്ച് നൽകുന്ന കാഴ്ച ഏറെ സന്തോഷം നൽകുന്നതാണ്. ബസ് യാത്രക്കാർ, ദീർഘദൂര യാത്രക്കാർ, ലോറി ഡ്രൈവർമാരെ അടക്കം നിരവധി യാത്രക്കാർക്ക് ഇത് ഗുണകരമാകുന്നുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗമായ ISMന്റെ സേവന സന്നദ്ധ വിഭാഗമായ ഈലാഫ് ടീം ഇത്തരത്തിൽ റമദാൻ മാസത്തിൽ ഇഫ്താർ ടെൻറ്റ് എന്ന പേരിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ റോഡ് സൈഡിൽ യാത്രക്കാർക്ക് ദൂരെ യാത്ര ചെയ്തും അതുപോലെ ആശുപത്രിയിലും പോയി നേരം വൈകി വീട്ടിൽ നോമ്പ് തുറക്കാൻ എത്താത്ത ആളുകൾക്ക് നോമ്പ് തുറ ഇഫ്താർ കിറ്റ് നൽകുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഈലാഫ് ടീം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈലാഫിൻ്റെ വളണ്ടിയർമാർ വളരെ കർമ്മോത്സുകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ കുറ്റുളി പ്രദേശത്താണ് ഇപ്പോൾ ഈ ഇഫ്താർ ടെൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കാർക്ക്, അതുപോലെ ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്ക്, ജോലി അതുപോലെ ബ്ലോക്കിൽ ഒക്കെ യാത്ര തടസ്സം നേരിട്ട് വീട്ടിലെത്താൻ സാധിക്കാത്ത, നോമ്പ് തുറക്കാൻ വീട്ടിലെത്താൻ സാധിക്കാത്ത നോമ്പുകാർക്കുള്ള ഇഫ്താർ കിറ്റ് നൽകുന്ന ഒരു രീതിയാണ് ഇഫ്താർ ടെൻറ്റിലൂടെ ഈലാഫ് ടീം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം. പ്രളയ കോവിഡ് മഹാമാരി കാലത്തും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈലാഫ് ടീം ഹോസ്പിറ്റലുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതുപോലെ ആശുപത്രികളിൽ നിന്നും ദീർഘദൂരെ യാത്ര ചെയ്തും ജോലി കഴിഞ്ഞും വൈകുന്ന യാത്രാ തടസ്സം നേരിട്ടോ നോമ്പ് തുറക്കാൻ വീടുകളിലെത്താൻ പറ്റാത്തവർക്കായി ഇഫ്താർ ബോക്സ് നൽകി മാതൃകയാകുന്നുണ്ട്. റംസാൻ മാസത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഈലാഫ് ഇഫ്താർ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നുണ്ട്. കൂടാതെ പെരുന്നാൾ ദിനത്തിൽ ഈദ് സദക്ക എന്ന പേരിൽ യത്തീമിന്നൊരത്താണ്, വിധവക്കൊരു വീട് എന്ന പേരുകളിൽ നിർധന കുടുംബങ്ങൾക്ക് വീടുകളും വെച്ച് നൽകുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്കുള്ള പഠന കിറ്റ്, ഭക്ഷണ കിറ്റ് വിതരണവും സംഘം ചെയ്തു വരുന്നുണ്ട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.